ഞങ്ങളെല്ലാവരും ഇതാ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ സംഭവം നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വന്നില്ലേ? ഹായ് പറയൂ ഗൈസ്. ശേഷം സ്ക്രീനിൽ ചിഞ്ചുവിനെ കാണാനില്ല. ചിഞ്ചുവിനാണെങ്കിലും വയ്യ, ചൂടടിച്ച്. അപ്പോൾ ഞങ്ങൾ ബൈ ഗൈസ്. പിന്നെ കാണാം. വെൽക്കം ബാക്ക്. മലബാർ മരുമകൾ ഇതാ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നൊരു പ്രത്യേകമായിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ കസിൻ്റെ മോടെ പിറന്നാളാണ്. അവൾ അറിയാണ്ട് ഞങ്ങൾ കേക്ക് വാങ്ങി കാറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബീച്ചിൽ പോയി നമുക്ക് മുറിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ നാട്ടിൽ നിന്നിട്ട് 4-5 ദിവസമായി ഒരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഓരോ വീഡിയോകളായിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഓരോന്നോരോന്ന് അപ്ലോഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാനിപ്പോൾ കസിൻ്റെ മോളെ പിറന്നാളായതുകൊണ്ട് ഞങ്ങളെല്ലാവരും മോളിൽ നിർത്തിയിട്ട് ഞാനും ഒരു കസിനും കൂടെ വന്നിട്ട് കേക്കൊക്കെ വാങ്ങിച്ച് കാറിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്, സർപ്രൈസൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ബീച്ചിൽ പോകുന്നതാണ് വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം എന്താ സംഭവം നോക്കാം കേട്ടോ. എന്താ പറയുക, അവരവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പം ഗൈസ് എന്താ നോക്കാം. ഞങ്ങളുടെ മോളെ പിറന്നാളാണ്. അപ്പോൾ അവളറിയാണ്ട് ചെറിയ കേക്ക്, ഞങ്ങൾക്ക് ആരും മധുരം അങ്ങനെ ഉപയോഗിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഞങ്ങൾ ചെറിയ കേക്ക് വാങ്ങി. ഇതൊക്കെ അല്ലേ നമുക്ക് നെയ്മ് എഴുതിക്കണ്ടേ? വാ. അപ്പോൾ ലുലുവിൻ്റെ ഫുഡ് സെക്ഷനാണ്. ആ വണ്ടി കൊണ്ട് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വെക്കണം. ലുലുലാട്ടോ. ലുലുവിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് ഡോണറ്റ് വാങ്ങി. അതിൻ്റെ കൂട്ടൊക്കെ മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഡോണറ്റും കൂടെ വാങ്ങി. റൗത്തറാണ് വാങ്ങിയത്. റൗത്തറായിട്ട് കൊല്ലുക കേട്ടോ വന്നപ്പം തൊട്ട്. അപ്പോൾ ഞങ്ങൾ കേക്ക് വാങ്ങിയിട്ടുണ്ട്. കേക്ക് എടുക്കാൻ പോട്ടോ. കേക്ക് എടുക്കാൻ പോകുന്നു. യെസ്. അപ്പോൾ നമ്മൾ വാങ്ങി അല്ലേ. ഇനി നമ്മൾ അടുത്തത് എന്താണ്? നമുക്ക് ആരെ കൊണ്ട് വയ്ക്കുന്നു, സർപ്രൈസ് കൊടുക്കുന്നു. 12 മണിക്ക് നമ്മൾ കൊടുക്കും അടിപൊളി സർപ്രൈസ്. അപ്പം നമുക്ക് നോക്കാം ഗൈസ് എന്താണ് സർപ്രൈസ് എന്നല്ലേ. ഞങ്ങളിങ്ങനെ പാഞ്ഞിറക്കാണ്ട് സമയം ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാലും ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങൾ നീങ്ങുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നത്. ലുലു എന്ന് പറയുന്നത് മഹാസാമ്രാജ്യമാണിത് അല്ലേ. ലുലുവിനെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. ലുലുവിൽ കഷ്ടപ്പെടുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നമുക്ക് വലിയ സ്വർഗമൊക്കെ ആയിരിക്കും. ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് കഷ്ടങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ ആകുമ്പോൾ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന രീതിയാണ്. അതാണെങ്കിലും തേങ്ങ കണ്ടോ. അപ്പം ബാക്കി നമുക്ക് എന്താന്ന് നോക്കാം. സർപ്രൈസ് മറ്റു സാധനം വാങ്ങണ്ടേ. ഞങ്ങൾ കേക്കിലാക്കരുതെന്ന് പറയണം കേട്ടോ. പുതിയ മോഡലാണല്ലോ. ഇത് 2 എടുക്കല്ലേ. രാത്രി വെക്കുമ്പോൾ മിനിങ്ങോ. രാത്രി അവിടെ ലൈറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനത്തെ വാങ്ങിയാലോ. ഒരു ഇതുണ്ടാവും രാജകുമാരി ക്യൂനുണ്ടോ. ഓക്കെ അമ്മ അത് സാരമില്ല. ഓക്കെ വാങ്ങിയില്ലേ. ആ സെറ്റാ. ഓക്കെ ഞങ്ങൾ വാങ്ങി ഇറങ്ങാണ് ഗൈസ്. ഇനി ബാക്കി നമ്മൾ ബീച്ചിൽ ചെന്നിട്ട് ബാക്കിയല്ലേ അടിച്ച് നമ്മൾ പൊളിക്കും. സൗണ്ട് റെഡിയാണെന്ന് അറിഞ്ഞില്ല. അല്ലെങ്കിൽ നമുക്ക് ശരിയാക്കാം. ലുലു എടുത്താലും തീരില്ല. ഇല്ലെങ്കിലാണ് റെഡിയാ. ലുലുവിലെ പർച്ചേസിങ് കഴിഞ്ഞു ഇറങ്ങി വണ്ടിയിലെ പോയിട്ട് റൗത്തർ ഇനി അങ്ങോട്ടാ നമ്മൾ വണ്ടിയിൽ കൊണ്ട് വെക്കുന്നു. അവരെ വിളിക്കുന്നു താഴേക്ക്. എന്നിട്ട് 12 മണിയാകുമ്പോൾ സർപ്രൈസ് കൊടുക്കുന്നത്. നമ്മൾ ബീച്ചാണ് വിചാരിക്കുന്നത് അല്ലേ. പോകുന്ന വഴിക്ക് ബീച്ചിന് മുന്നേ എത്തുകയാണെങ്കിൽ നമ്മൾ എവിടെയാണോ കാണുന്നത് അവിടെ അഭിനയിച്ചിട്ട് ആക്ട് ചെയ്യാണ്. വൊമിറ്റിംഗ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ടിഷ്യൂ എടുക്കാൻ വേണ്ടി ഡിക്കി തുറക്കാം. അപ്പൊ ഞങ്ങൾ രണ്ടാളും പ്ലാൻ അത് പൊട്ടുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ശ്രമിക്കും. കുടിക്കോ. ഓക്കെ ഗൈസ്. ഇപ്പം ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഇറങ്ങിക്കോ. വീഡിയോ എടുത്തപ്പോൾ ഒരു ചെറിയ കുലുക്കം. സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് തോന്നുന്നുണ്ടോ ബീച്ചിലേക്ക്? എനിക്കിപ്പോൾ ഇവിടെ ഒന്നും അറിയത്തില്ല കേട്ടോ. നമ്മൾ സ്വന്തം നാടൊക്കെയാണ്, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. റാവുത്തറിന് അറിയാം. റാവുത്തർ ഇവിടെ കിടന്ന് അരച്ച് കലക്കി കുടിക്കലാണ്. റാവുത്തർ ഭയങ്കര അരച്ച് കലക്കി കുടിക്കേണ്ട ആളാണ്.
പക്ഷെ ഈ ബേസ്മെന്റിലേക്ക് ഇറങ്ങുമ്പോൾ ചൂട് പിടിച്ചിട്ട് വയ്യ. അപ്പം നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. റാവുത്തറ വണ്ടിയാണ് എടുത്തത്, ഇത് അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ നോക്കിയിട്ട് വരുന്നുണ്ട. അപ്പം ഞങ്ങൾ കാറിൽ വെക്കുകയാണ് അല്ലേ, എല്ലാവരും വെക്കുകയാണ്. അല്ല അത് വെക്കല്ല, ഓക്കെ. അപ്പം ഞങ്ങൾ അവരെ വിളിക്കട്ടെ ഗൈസ്, ഓക്കെ. അപ്പം ഗൈസ് എല്ലാവരും വന്നിട്ടുണ്ട് ഗൈസ്. കയറിക്കോ ഗൈസ്, കയറോ. ഇല്ലേ ചിഞ്ചു വാ, ചിഞ്ചു പോമല്ലേ. അപ്പൊ നമ്മള് ഷൂ ഒക്കെ വാങ്ങി, പൂമേന്റെ ഷൂ ഒക്കെ വാങ്ങി അല്ലേ, അച്ഛൻ വാങ്ങി കൊടുത്തു ഗൈസ്. ഹായ്, നമ്മളെ പ്രോഗ്രാം നമ്മൾ വീട്ടിൽ പോലെ. യെസ്, നമ്മൾ വീട്ടിൽ പോകണം ഗൈസ്. അപ്പോ എന്താണ് ഇതിന്റെ കയ്യൊക്കെ ഗൈസ്, എല്ലാരും കയറിയോ ഗൈസ്? ആ ഗൈസ് കയറുന്നേ ഉള്ളൂ. ആൻറ്റി ഇവിടെ ഞങ്ങള് വലിയ വണ്ടി എടുത്തില്ല, റാവുത്തർ. അപ്പൊ ഞങ്ങള് ഇറങ്ങിയിട്ടുണ്ട്. അല്ല ബില്ല് വേണ്ട, ബില്ല് ഫോണിൽ വന്നിട്ടുണ്ട്. കേട്ടോ, വേദി തരാം കേട്ടോ. നെയിം പ്ലീസ്. എന്താ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു പാത്തു. പറ നെയിം. ഒന്നുകൂടി പറ. ഹാപ്പി ബർത്ത്ഡേ പാത്തു. പാത്തു, ഇതാണ് നല്ലത്. ആ ഹാപ്പി ബർത്ത്ഡേ പാത്തു. കുറെ ഹിന്ദി പിള്ളേർ വന്നിട്ട് ഇതായിരിക്കുന്ന കേക്ക് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഞങ്ങൾ വന്നപ്പോൾ പിള്ളേരെല്ലാം അവിടെ വന്ന കേക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയാം. ഇതും കൊണ്ടുവന്നാ കൊച്ചിനടുത്ത് പോയ നീ? നിന്നെ കൊല്ലം കൊണ്ടുപോവാ. ഹാപ്പി ബർത്ത്ഡേ പാത്തു. പറ ഹാപ്പി ബർത്ത്ഡേ പാത്തു. ഉറക്കെ പറ ഹാപ്പി ബർത്ത്ഡേ പാത്തു. പറ പറ ഹാപ്പി ബർത്ത്ഡേ പാത്തു. നോ, കയ്യിലെടുക്കും കയ്യിലെടുക്കും. ഇത് ഫുള്ള് തുറക്ക് മുത്തേ. ചിഞ്ചു കൈ പിടിക്കും. ഹാപ്പി ബർത്ത്ഡേ പാത്തു. പാത്തു വേറൊന്നും പറയണ്ട. പാത്തു ആ പറ ഹാപ്പി ബർത്ത്ഡേ പാത്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മുറുക്കി മുറുക്കി സാരില്ല. ടു യു പാത്തു. നോ നോ, ഇത് ഫുള്ളോ? നോ നോ നോ, വേണേ വാങ്ങണോ? വേണ്ട എങ്കിൽ അവന് കൊടുക്കണ്ട. വേറെ വിഷയം അങ്ങനെ അഹങ്കാരം വേണ്ട. കൊടുക്കും എന്തോ വഴിതെറ്റി ഫ്രണ്ടിൽ കൊണ്ടുവന്നാരാ? നിന്റെ ബാക്കി വരാൻ പറഞ്ഞു. ഫ്രണ്ടിലാ നിന്നെ നേരത്തെ പറഞ്ഞില്ലേ അവള്? ഞാൻ അല്ല നമ്മളെ ഓരോ താമര പോയ സമയത്ത് ഒന്നും പറഞ്ഞില്ല. ആ പിന്നെ വിളിച്ച
ബർത്തഡേ ആയിട്ട് ഞാൻ ഇതിനകത്തേക്ക് തള്ളിയിടാന്ന് വെച്ചു കടലിലേക്ക്. സൂപ്പർ, ഫുള്ളും ക്രീമായി. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ സർപ്രൈസൊക്കെ കൊടുത്തതാ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ബാക്കി വീഡിയോ ആയിട്ട് പിന്നെ കാണാം.